നമസ്കാരം. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും ലോകത്തേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ തട്ടിപ്പുകളുടെയും ചതിക്കുഴികളുടെയും വ്യാപ്തി ഏറുകയാണ്. കുറ്റകൃത്യങ്ങളുടെ പഴങ്കഥയല്ല, കുറ്റവാളികളുടെ പുതുമുഖങ്ങളാണ് പുറത്തു വരേണ്ടത്. അത് തേടിയാണ് മൈഫിൻ ടിവിയുടെ ഈ പരമ്പര ഡേർട്ടി ഡീൽസ്. കലൂർ സ്റ്റേഡിയം വിവാദം കത്തിയതോടെ സ്പോൺസർ തട്ടിയെറിഞ്ഞ പന്ത് ഇപ്പോൾ സർക്കാരിന്റെ കോർട്ടിലാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവർക്ക് ലഭിച്ചത് നിരാശയും. സ്റ്റേഡിയം നവീകരണത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിനു മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന സർക്കാർ ഇപ്പോൾ സ്വന്തം മുഖം രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിൽ കൂടിയാണ്. കലൂർ സ്റ്റേഡിയം നവീകരണം സംബന്ധിച്ച കോലാഹലങ്ങളൊക്കെ കെട്ടടങ്ങി. വിവാദങ്ങളെക്കുറിച്ച് ഉത്തരം പറയേണ്ടവരൊക്കെ ഇപ്പോൾ മൗനവ്രതത്തിലാണ്. സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എന്തായി എന്നറിയാനെത്തുന്ന മാധ്യമങ്ങളെ ഏഴയലത്ത് പോലും അടുപ്പിക്കുന്നില്ല. നവീകരണ പ്രവർത്തനത്തിന്റെ പേരിൽ ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരാളെ കൂട്ടുപിടിച്ച് വൻ കൊള്ളയ്ക്കാണ് സർക്കാരും GCDയും ശ്രമിച്ചതെന്ന ആരോപണത്തിനു മുന്നിൽ മൗനം പാലിച്ച് കൈയും കെട്ടി നിൽക്കുന്ന സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. സർക്കാർ മുഖം രക്ഷിക്കാൻ ത്രികക്ഷി കരാർ ഉണ്ടാക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നതിനു പിന്നാലെ നവീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന അതിക്രമങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നും ഇതിനു പിന്നിലുള്ളവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കബളിപ്പിക്കലാണ്. ആളുകളെ കബളിപ്പിക്കുക. ഇന്ന ആളുകൾ വരുന്നു എന്ന് പറഞ്ഞ് ഈ പറയുന്ന മറ്റേ കായിക പ്രേമികളായിട്ടുള്ള ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള മെസ്സിയുടെ ആരാധകരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊരു ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് മന്ത്രിയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഒരു സ്പോൺസറെ ഉപയോഗപ്പെടുത്തി സർക്കാർ ചെയ്തത്. സർക്കാരിൻ്റെ അതിന് പിന്നിൽ ഒരു ഗൂഢമായ താല്പര്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇതുമൂലമുണ്ടാക്കിയ ഈ സ്പോൺസർ എന്ന് പറയുന്ന ഈ കരാറുകാരനെതിരായും അതുപോലെ തന്നെ അതിന് മൗനാനുവാദം കൊടുത്ത GCDA ചെയർമാനെതിരായും നിയമപരമായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായി അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രചരണങ്ങളും ഞങ്ങൾ നടത്തും. 125 കോടി മുടക്കിയാൽ രാജ്യാന്തര നിലവാരത്തിലുള്ള പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാമെന്ന് വിദഗ്ധർ പറയുമ്പോഴാണ് കലൂർ സ്റ്റേഡിയം 70 കോടി മുടക്കി നവീകരിക്കുന്നുവെന്ന അവകാശവാദവുമായി സ്പോൺസർ രംഗത്തെത്തിയത്. ഈ തുക ചെലവഴിച്ച് എന്ത് നവീകരണമാണ് സ്റ്റേഡിയത്തിൽ നടത്തുന്നത് എന്ന വിവരം പുറത്തുവിടാൻ സ്പോൺസറോ സർക്കാരോ തയ്യാറാകാതിരുന്നത് തുടക്കം മുതൽ സംശയത്തിനിടയാക്കിയിരുന്നു. ലോക ജേതാക്കളായ അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കായിക മന്ത്രിയും ഉദ്യോഗസ്ഥ വൃന്ദവും സ്പോൺസറുമൊക്കെ അവസാനം ഒന്നും നടക്കില്ലെന്ന് സമ്മതിച്ചു. കരാർ പോലും ഒപ്പിടാതെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളും പേരുദോഷവും മാത്രം ബാക്കി. നവീകരണത്തിന്റെ പേരിൽ ഉയരുന്ന വിവാദങ്ങൾ കെട്ടടങ്ങാതെ നിലനിൽക്കുമ്പോഴും നിലവിലുയരുന്ന ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടേക്കുമോ എന്നാണ്. പലകുറി ആവർത്തിച്ച് കള്ളം സത്യമാക്കി മാറ്റാനായിരുന്നു തന്ത്രം. എന്നാൽ അത് പൊളിഞ്ഞതോടെ ഇടിഞ്ഞു വീണത് കായിക കേരളത്തിന്റെ അഭിമാനം കൂടിയാണ്. ഇതോടൊപ്പം ഉയർന്ന മറ്റൊരാശങ്ക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയം പരിശീലനത്തിനായി വിട്ടുകിട്ടിയില്ലെങ്കിൽ ടീം ഒരുപക്ഷെ പെരുവഴിയിലായേക്കും. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളം വിട്ടുപോകാനും സാധ്യതയുണ്ടെന്നാണ് സൂചന. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ സ്റ്റേഡിയം. യഥാസമയം നവീകരണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം സ്റ്റേഡിയം കണ്ടെത്താൻ കേരളം വിടേണ്ടി വരുമെന്നാണ് ആശങ്ക. ആരാധക പിന്തുണ ഏറെയുള്ള ഫുട്ബോൾ ക്ലബ്ബായ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ കേരളത്തിൽ ഇടമില്ലാത്ത സാഹചര്യമുണ്ടാവുമോ എന്ന ചോദ്യം അതീവ ഗൗരവമുള്ളതാണ്.
കലൂർ സ്റ്റേഡിയമല്ലാതെ ISL നിലവാരമുള്ള മറ്റൊരു വേദി കേരളത്തിൽ ഇല്ലെന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. ടീം പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ കടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷേ സ്വീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പണച്ചിലവൊന്നും വരുന്നില്ലെന്ന അവകാശവാദം തെറ്റെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സ്റ്റേഡിയം നവീകരണത്തിന് GCDA 31.84 ലക്ഷം രൂപയുടെ ഇലക്ട്രിക്കൽ ജോലിയുടെ അനുമതി തേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം മറ്റ് 3 ടെൻഡറുകളിലായി മൊത്തം 55 ലക്ഷത്തോളം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് GCDA ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും സൂചനകളുണ്ട്. സ്പോൺസർ തന്നെ പറയുന്നു, ഞാൻ 70 കോടി രൂപയാണ് ഇവിടെ മുടക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 70 കോടി രൂപ മുടക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇവിടുത്തെ ലൈറ്റ് മാറ്റണം, ഇവിടുത്തെ ചെയർ മാറ്റണം, ഇവിടെ പെയിൻ്റ് അടിക്കണം, ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണം. ഇതെല്ലാം നടത്തുകയാണ്. അങ്ങനെ നടത്തുന്നതിനിടയ്ക്ക് പിന്നെ എന്തിനാണ് GCDA വേറെ കരാറുകൾ കൊടുക്കുന്നത്? ലൈറ്റിൻ്റെ നിർമ്മാണത്തിനും മറ്റ് നിർമ്മാണങ്ങൾക്കും 70 കോടി രൂപ മുടക്കി ഒരാൾ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അനുബന്ധമായിട്ടുള്ള മറ്റ് കരാറുകൾ GCDA കൊടുക്കുന്നത്? അപ്പോൾ അത് തന്നെ കോൺട്രഡിക്ടറിയാണ്, അത് തന്നെ വൈരുദ്ധ്യമാണ്. അപ്പോൾ സർക്കാരിൻ്റെ പണം ഏത് രീതിയിലും അടിച്ചു മാറ്റാൻ ഉള്ള ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഈ അർജൻറ്റീന ടീം മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കബളിപ്പിച്ച് മെസ്സിയുടെ പേര് പറഞ്ഞ് ഒന്ന് ഇതിൻ്റെ പേരിൽ പണം ചെലവാക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ടാക്കി ഒന്ന് പണം അടിച്ചു മാറ്റുക. 2, ഈ സ്പോൺസർ ഇതുപോലെ പലരിൽ നിന്നൊക്കെ പണം വാങ്ങി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി ഒന്ന് പണം ചെലവഴിക്കുക, അതിൽ നിന്ന് പണം അവർക്ക് കൈക്കലാക്കാൻ പറ്റുന്നത് കൈക്കലാക്കുക. സ്റ്റേഡിയത്തിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഇവർ ഏറ്റെടുക്കുക. ഒരു കരാറുമില്ലാതെ സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടു നൽകി കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തത് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾക്കും GCDAയ്ക്കും സംഭവിച്ച ഗുരുതരമായ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. കരാറില്ലാതെ ഒരു പൊതുമുതൽ നിർമ്മാണത്തിന് വിട്ടുകൊടുത്തതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇപ്പോൾ GCDA, കായിക വകുപ്പ്, സർക്കാർ സംവിധാനങ്ങൾ എന്നിവയിൽ പരിമിതപ്പെടുകയാണ്. ഫലത്തിൽ സ്റ്റേഡിയം നവീകരണത്തിനുള്ള തുക പൊതുഖജനാവിൽ നിന്നും എടുക്കേണ്ടിവരുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളിക്കടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസു എന്ന പ്രബലൻ ജയിലിലായതിന്റെ ഞെട്ടലിലാണ് CPM. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ CPMനേറ്റ ഏറ്റവും വലിയ പ്രതിസന്ധി. എന്നാൽ തിരിച്ചടികൾ ഇതുകൊണ്ടൊന്നും തീരില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഉന്നതർ ഇനിയുമുണ്ട് പട്ടികയിൽ. അടുത്ത ഊഴം ഇനി ആരുടേതെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉന്നയിക്കുന്നത്. പാർട്ടിക്കെന്നും പ്രിയപ്പെട്ടവൻ. ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലായിരുന്നപ്പോഴും N. വാസു ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർണായക ഇടപെടൽ നടത്താൻ കഴിയുന്നത്ര പിടിപാടുള്ള വ്യക്തി. ഇപ്പോൾ വാസുവിന്റെ അറസ്റ്റോടെ കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ആദ്യമായി ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസു ബോർഡിന്റെ അംഗീകാരത്തിനായി നൽകിയ കത്തിലാണ്. 2019 ഫെബ്രുവരി 26 വാസു നൽകിയ കത്ത് അംഗീകരിച്ചാണ് മാർച്ച് 19 പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത്. ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവും ഇത് സംബന്ധിച്ച് നൽകിയ മൊഴിയാണ് വാസുവിനെ ഇപ്പോൾ കുടുക്കിയത്. CPM നേതാവായിരുന്ന വാസു പാർട്ടിക്കെന്നും പ്രിയപ്പെട്ടവനായിരുന്നു. കൊല്ലം കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന വാസു 2006-11 കാലത്ത് VS സർക്കാരിൽ PK ഗുരുദാസൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ PA ആയി. വിജിലൻസ് ട്രൈബ്യൂണൽ അംഗമായും വാസു പ്രവർത്തിച്ചിട്ടുണ്ട്. 2 തവണ ദേവസ്വം കമ്മീഷണറായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ചു. തുടർന്ന് 2019 ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തെത്തി. ദേവസ്വം കമ്മീഷണറായിരുന്ന ഒരാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണമേതുമില്ലാതെ ഇടപെടാൻ തക്ക കെൽപ്പുള്ള ഭരണാധികാരി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ 2019 തന്നെയാണ് N. വാസുവിന് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിക്കുന്നതും.
2019 സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പെന്ന് രേഖപ്പെടുത്തി കടത്താനായി അന്ന് വാസുവിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചത് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം പത്മകുമാറിലേക്കാണ് ഇപ്പോൾ നീളുന്നതും. കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് അന്വേഷണം. പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന CPM നേതാവും കോന്നി മുൻ MLAയുമാണ് എ പത്മകുമാർ. ശബരിമലയുമായി ഏറെ അടുപ്പവും ഭക്തിയും സൂക്ഷിക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ കട്ടിളപ്പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് പത്മകുമാറിന് നന്നായി അറിയാം. എന്നിട്ടും ചെമ്പെന്ന റിപ്പോർട്ടിന് എന്തിന് അംഗീകാരം നൽകിയെന്ന ചോദ്യത്തിന് പത്മകുമാർ മറുപടി പറയേണ്ടി വരും. ദേവസ്വം രേഖകളിൽ നിന്ന് സ്വർണം ഒഴിവാക്കി ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയതിന് പിന്നിൽ ദുരൂഹതയുമുണ്ട്. ഇതുവഴി ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും പ്രതികൾ ലാഭം നേടിയെന്നും വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. കേസിൽ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർത്തതോടെ അന്വേഷണത്തിന് പുത്തൻ തലങ്ങളാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. അഴിമതിയും അധികാര ദുർവിനിയോഗവും, അതും പോലീസ് തലപ്പത്ത്. ഒന്നും രണ്ടുമല്ല, 100 കോടി രൂപയുടെ ആസ്തിയാണ് ഉത്തർപ്രദേശ് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഋഷികാന്ത് ശുക്ല സ്വന്തമാക്കിയത്. സിനിമാ കഥകളെ വെല്ലും വിധമായിരുന്നു ഋഷികാന്തിന്റെ ചെയ്തികൾ. വ്യാപാരികളെയും ഭൂ ഉടമകളെയും സാധാരണക്കാരെയും വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതെന്നാണ് കണ്ടെത്തൽ. കാൺപൂരിലും സമീപ ജില്ലകളിലും 12 ഇടങ്ങളിലായി 92 കോടിയുടെ ഭൂമി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ ഋഷികാന്തിന്റെ സ്വത്ത് മരവിപ്പിക്കുകയും സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. സിനിമാ കഥകളെ വെല്ലും വിധമാണ് UP പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഋഷികാന്ത് ശുക്ല നടത്തിയ തേർവാഴ്ച. അഴിമതിയിലൂടെയും ഭീഷണിയിലൂടെയും ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധത്തിലൂടെയും ഇയാൾ വൻ തുകകൾ സമ്പാദിച്ചതായി ആരോപണമുയർന്നതിന് പിന്നാലെയാണ് അധികൃതർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഉത്തർപ്രദേശിൽ കുപ്രസിദ്ധി ആർജിച്ച എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായിരുന്നു ശുക്ല. വ്യാപാരികളെയും ഭൂ ഉടമകളെയും സാധാരണക്കാരെയും വെടിവെച്ചുകൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കാൺപൂരിൽ ഇയാൾ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ശുക്ലയുടെ ഭീഷണിക്കിരയായ ബിസിനസ്സുകാരും ഭൂ ഉടമകളുമടക്കം നിരവധി ആളുകളിൽ നിന്ന് അന്വേഷണ സംഘം മൊഴി ശേഖരിച്ചിട്ടുണ്ട്. ഋഷികാന്തുമായി ഭൂമി കച്ചവടത്തിൽ പങ്കാളിയായിരുന്ന മനോഹർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഇങ്ങനെ: 60 കോടി വില മതിക്കുന്ന ഭൂമിയാണ് തനിക്ക് നഷ്ടമായത്. ഭൂമി വില കുതിച്ചുയരുന്നതിനിടെ തന്നോട് 7 കോടി വാങ്ങി ഒഴിവാകാൻ ഋഷികാന്ത് ആവശ്യപ്പെട്ടു. ഭാര്യ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നതുകൊണ്ട് അതിന് സമ്മതിച്ചു. തുടർന്ന് പണം വാങ്ങാനെത്തിയപ്പോൾ തോക്കെടുത്ത് ചൂണ്ടി ജീവൻ വേണമെങ്കിൽ പോകാൻ ആവശ്യപ്പെട്ടുവെന്ന് മനോഹർ പറയുന്നു. കാൺപൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിമിനൽ അഭിഭാഷകനായ അഖിലേഷ് ദുബെയുടെ നേതൃത്വത്തിൽ ഋഷികാന്ത് ശുക്ലയടക്കം പോലീസ് ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന ശൃംഖല വൻ ക്രമക്കേടുകൾ നടത്തിയതായാണ് ആരോപണമുയരുന്നത്. പരാതികൾ ഉയരുമ്പോഴൊക്കെ അഭിഭാഷകർ അടക്കമുള്ളവർ ഇരകളെ ഒതുക്കുവാനും രംഗത്തിറങ്ങിയിരുന്നു. ദുബൈയുടെ നിർമ്മാണ കമ്പനിയിൽ ഋഷികാന്തിന് വൻ നിക്ഷേപമുള്ളതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കാൺപൂരിൽ ഇതിനിടെ നിയമിതരായ മറ്റ് 2 ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരും തട്ടിപ്പിൽ ഋഷികാന്തിന്റെ പങ്കാളികളായിരുന്നു. ഭീഷണിയിലൂടെ നേടിയെടുക്കുന്ന കള്ളപ്പണം നിർമ്മാണ കമ്പനിയുടെ മറവിൽ മാറ്റിയെടുക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. ശുക്ലയുടെ മകന്റെ ആഡംബര വിവാഹത്തിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. ഒരു കാലത്ത് പ്രമുഖ വ്യവസായി അനിൽ അംബാനി മികച്ച ഒരു മാരത്തോൺ റണ്ണറായിരുന്നു. ഏതാണ്ട് 26 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് 46 വയസ്സ് പ്രായമുള്ളപ്പോൾ 105 കിലോയോളം ഭാരമുണ്ടായിരുന്ന അനിൽ അംബാനി 1 കിലോമീറ്റർ പോലും നടക്കാൻ നന്നേ പാടുപെട്ടു. ഒടുവിൽ തന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള നിരന്തരമായ പരിശീലനത്തെ തുടർന്ന് അദ്ദേഹം മുംബൈ വാലകൾക്ക് മുന്നിൽ ബോഡി ഫിറ്റ്നസിന്റെ മികച്ച മോഡലായി. ഇതേ നിശ്ചയദാർഢ്യവും കരുത്തുമായിരുന്നു അനിൽ അംബാനി തന്റെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയതിലും ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ ആ മഹാസാമ്രാജ്യം തകർന്നു വീണിരിക്കുന്നു. അങ്ങ് മുംബൈ മുതൽ ഇങ്ങ് കാഞ്ചീപുരം വരെ നീണ്ടുകിടന്ന അനിൽ അംബാനി ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. ഏകദേശം 7500 കോടി രൂപയുടെ സ്വത്തുക്കൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ ധീരുഭായ് അംബാനിയുടെ മക്കളിൽ ഒരാളായ അനിൽ അംബാനിയെക്കുറിച്ചും അദ്ദേഹത്തിന് സംഭവിച്ച തകർച്ചകളെക്കുറിച്ചുമാണ്
ലെഡ്ജർ ഓഫ് ലൈഫിൽ ഇന്ന് പരിശോധിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വീഴ്ചകളിൽ ഒന്നായിട്ടാണ് അനിൽ അംബാനിയുടെ പതനം വിലയിരുത്തപ്പെടുന്നത്. 1,83,000 കോടി രൂപയുടെ ആസ്തിയുണ്ടായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനിൽ നിന്ന് പൊട്ടിപ്പാളീസായി പാപ്പർ ഹർജി ഫയൽ ചെയ്യേണ്ടി വന്ന അനിലിന്റെ കഥ ഇന്ത്യൻ ബിസിനസ് ലോകത്ത് സമാനതകളില്ലാത്തതാണ്. അത്രമേൽ ആഴമുണ്ട് റിലയൻസ് ഗ്രൂപ്പ് നേരിടുന്ന ഇപ്പോഴത്തെ അന്വേഷണങ്ങൾക്ക്. 17,000 കോടിയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, സെബി എന്നിവയ്ക്ക് പുറമെ ഇപ്പോഴിതാ കേന്ദ്രവും കുരുക്കുമുറുക്കിയിരിക്കുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIOയും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. മൊത്തം 7,500 കോടിയുടെ ആസ്തികളാണ് കണ്ടുകെട്ടിയത്. 4,500 കോടിയുടെ ധീരുഭായ് അംബാനി നോളജ് സിറ്റി അടക്കം കയ്യിന്ന് പോയി. ഡൽഹി, നോയിഡ, ഗാസിയാബാദ്, മുംബൈ, പൂനെ, താനെ, ഹൈദരാബാദ്, ചെന്നൈ, കാഞ്ചീപുരം, ഈസ്റ്റ് ഗോദാവരി തുടങ്ങി 40 വസ്തുവകകൾ ED കണ്ടുകെട്ടി. മുംബൈ ബാന്ദ്രയിലെ അനിൽ അംബാനിയുടെ പാലി ഹിൽ ഹൗസും ഇതിൽപ്പെടും. ഇദ്ദേഹം ഒരു മാരത്തോൺ റണ്ണറാണ്, പക്ഷേ അത് റൺ ചെയ്യാൻ അറിയാമെന്നല്ലാണ്ട് ഈ ഡസൻ നോ ഹൗ ടു റൺ എ കമ്പനി ഓർ കമ്പനീസ്. ഹി വുഡ് ഹാവ് ലൈക്ക് ടു ബി എ ബിഗ് ബിസിനസ് മാൻ. അതൊരു ആഗ്രഹമുണ്ട്. ഈ $42 ബില്യൺ വെൽത്തിൽ നിന്ന് വെർച്വലി സീറോയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇയാളുടെ വലിയ കഴിവെന്ന് പറയാം. സോ സീരിയസ് ഫ്രോഡ് ഒഫൻസ് ഇസ് ഓൺലി ആൻ ആഫ്റ്റർ ദിസ് എഫക്റ്റ്. അതായത് ഇതൊക്കെ കൊളാക്കി കഴിഞ്ഞതിന് ശേഷം അതിൽ തപ്പാണ് എന്താണ് ഇനി ഇയാളെ എന്നും പറഞ്ഞുകൊണ്ട് പിടിക്കാവുന്നത്. ഇറ്റ്സ് ടു ലേറ്റ് ആക്ച്വലി. ഇത് ഞാൻ പറഞ്ഞ സംഭവം തുടങ്ങിയത് 2005-ലാണ്. 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഓഫീസ് കയറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കഷ്ടമാണ്. ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഹി ഹാസ് ഡെഫിനറ്റ്ലി യൂസ് ദ റിലയൻസ് നെയിം, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഹാൻഡിൽ ചെയ്ത എല്ലാ കമ്പനികളും ഇൻക്ലൂഡിങ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻ, വിച്ച് വാസ് എ പെറ്റ് പ്രോജക്റ്റ് ഓഫ് മുകേഷ് അംബാനി. മുകേഷ് അംബാനി എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് കൊടുത്ത പാരയാണെന്ന് തോന്നുന്നു. ഓക്കെ, നൗ ടുഡേ ജിയോ is doing very well. That is again Mukesh Ambani's project. So it was a business that he understood. So നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, when you see a problem with the management and they are unable to handle it, I am saying get out. ജ്യേഷ്ഠൻ മുകേഷ് അംബാനി ലോകത്തിലെ 11ാമത്തെ ധനികനായി വളരവെയാണ് അനിയന്റെ ഈ ദുരവസ്ഥ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിലാണ് നടപടി. റിലയൻസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ സ്വരൂപിച്ച പൊതു ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്നും ഇത് വെളുപ്പിച്ചെന്നുമാണ് കേസ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് അടക്കമുള്ള കമ്പനികൾ ഏകദേശം 13,600 കോടി രൂപയുടെ വായ്പ ക്രമവിരുദ്ധമായി മറ്റു കമ്പനികളിലേക്ക് വകമാറ്റിയെന്നും കണ്ടെത്തലുണ്ട്. ഒരിക്കൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ തിളങ്ങി നിന്നിരുന്ന താരമായിരുന്നു റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്റ്റോക്ക്. ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയുടെ തലവര മാറ്റാൻ ശേഷിയുണ്ടായിരുന്ന കമ്പനി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഓഹരികൾ നിക്ഷേപകരുടെ ഫേവറേറ്റായി മാറി. ആക്രമണോത്സുകമായ വളർച്ചയ്ക്കാണ് കമ്പനി ശ്രമിച്ചത്. 2008 ശേഷം കാര്യങ്ങൾ പതുക്കെ മാറാൻ തുടങ്ങി. വിപണിയിലെ എയർടെൽ, വോഡാഫോൺ അടക്കമുള്ള കമ്പനികളിൽ നിന്നുള്ള മത്സരവും തീവ്രമായി. 2017ഓടെയാണ് കമ്പനി വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടത്. കടബാധ്യതകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ ബാങ്കുകൾ കമ്പനിയെ ഡീഫോൾട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2019 കമ്പനി പാപ്പരത്വത്തിന് അപേക്ഷിച്ചു. ഇക്കാലയളവിൽ കമ്പനിയുടെ മൂല്യവും തകർന്നു വീണു. 2010-2012 കാലയളവിൽ ആർകോമും അനുബന്ധ കമ്പനികളും ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് വലിയ വായ്പകൾ എടുത്തിരുന്നു. ഇന്ന് ഈ വായ്പകളുടെ മൂല്യം ഏകദേശം 40,185 കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 5 ബാങ്കുകൾ ഇതിനോടകം ഈ വായ്പാ അക്കൗണ്ടുകൾ തട്ടിപ്പ് അക്കൗണ്ടുകളായി തരംതിരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മാസം റിലയൻസ് പവറിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും എക്സിക്യൂട്ടീവ് ഡയറക്ടറും അനിലിന്റെ വിശ്വസ്തനുമായ അശോക് കുമാർ പാലിനെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിന് ED അറസ്റ്റ് ചെയ്തിരുന്നു. സെബിയുടെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി അനിൽ അംബാനിയും യെസ് ബാങ്കിന്റെ പ്രൊമോട്ടർമാരും ചേർന്ന് നടത്തിയ പണം തിരിമറികൾ മറ്റൊന്ന്. വിവിധ ഇടപാടുകളിൽ യെസ് ബാങ്കിന് 2,700 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് CBIയുടെ കണ്ടെത്തൽ. ഈ വർഷം ജൂലൈയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലയൻസ് കമ്മ്യൂണിക്കേഷന്റെ വായ്പാ അക്കൗണ്ട് വഞ്ചനാപരമാണെന്ന് ഔദ്യോഗികമായി തരംതിരിച്ചു. അനുവദിച്ച 31,580 കോടി രൂപയിൽ 12,692 കോടി രൂപ ക്രമരഹിതമായ ഇടപാടുകളിലൂടെ വഴിതിരിച്ചുവിട്ടുവെന്നാണ് പരാതി. നേരത്തെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെയും ആർകോം ഡയറക്ടറുമായ അനിൽ അംബാനിയുടെയും ലോൺ അക്കൗണ്ടുകൾ
ബാങ്ക് ഓഫ് ബറോഡ വഞ്ചന അഥവാ ഫ്രോഡ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏതായാലും അനിൽ അംബാനി കമ്പനി ഓഹരികളുടെ കുതിപ്പ് കണ്ട് അടുത്തിടെ നിക്ഷേപം ഇറക്കിയവർ പെട്ടു എന്നാണ് വിലയിരുത്തൽ. ചില കേസിൽ കമ്പനിയുടെ റെസ്പോൺസീവ്നെസ്സും മാനേജ്മെൻറ്റ് കൊള്ളരായ്മയും കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ആസ് എൻ ഇൻവെസ്റ്റർ പ്ലീസ് ഡോണ്ട് സ്റ്റിക്ക് ഇൻ ദാറ്റ് കമ്പനി. യു ഗോ ടു സം അതർ 8,000 കമ്പനികളുണ്ട് മാർക്കറ്റിൽ. ഇതിൽ തന്നെ കിടന്ന് മരിക്കണം എന്ന് എന്താ നിർബന്ധം? സോ മൈ തിങ് ഈസ് അനിൽ അംബാനിയുടെ എല്ലാ കമ്പനികളും ഇങ്ങനെ ബുദ്ധിമുട്ട് കാണിച്ച സ്ഥിതിക്ക് വാട്ട് യു ഹാവ് ടു ലേൺ ഇസ് ഡോണ്ട് സ്റ്റിക്ക് വിത്ത് സച്ച് കമ്പനീസ്, ജസ്റ്റ് ഗെറ്റ് ഔട്ട്. സോ വെൻ യു മേക്ക് പ്രോഫിറ്റ് ഇൻ സം അതർ കൗണ്ടർ ഓർ കമ്പനി you can set it off against this loss that you're claiming. So I'm saying ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ കമ്പനീസിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ അത് എപ്പോഴെങ്കിലും കയറിയാലോ എന്ന് വിചാരിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇല്ല, നേരത്തെ അത് എക്സിറ്റ് ചെയ്യുക. ഗോ ഫോർ സംതിങ് എൽസ് വിച്ച് ഇസ് ഗോട്ട് എ മച്ച് ബെറ്റർ പ്രോസ്പെക്റ്റ് ആൻഡ് വാട്ട് എവർ ലോസ് യു ഹവ് ബുക്ക്ഡ് മേക്ക് ഷുവർ യു ക്ലെയിം ഇറ്റ് ഇൻ ദ റിട്ടേൺസ്. അപ്പോൾ അടുത്ത 8 കൊല്ലത്തേക്ക് ആ കാശ് പോയത് നിങ്ങൾ റീകൂപ്പ് ചെയ്യുമ്പോൾ വേറെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. I think that would be the answer, rather than saying ഇതെങ്ങനെ നന്നായാലോ. അത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തുല്യമാണ്. 100 രൂപ പോയാലും സാരില്ല, 200 രൂപ പോയാലും സാരില്ല, അത്രയല്ലേ പോവുള്ളൂ. ചിലർ പറയും ഇതിൻ്റെ വില വളരെ കുറഞ്ഞിരിക്കുകയാണ്, അതെങ്ങനെ നന്നായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമോ നന്നാവും എന്നുള്ളത്? കൃത്യമായിട്ട് അറിയാവുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞ വൈ ടേക്ക് എ ചാൻസ്, യു ജസ്റ്റ് സെൽ ഔട്ട്, ഗെറ്റ് ഔട്ട്. റിലയൻസ് ഗ്രൂപ്പിനെതിരായ അന്വേഷണങ്ങൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന റിലയൻസ് ഗ്രൂപ്പിന്റെ വാദത്തിന് അത്ര ശക്തി പോരെന്നാണ് നിലവിലെ അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ജീവിതത്തിന്റെ നല്ല കാലത്ത് പോലും ആർഭാടങ്ങൾ ഒഴിവാക്കി മാതൃകാപൂർണമായ ജീവിതം നയിച്ചിരുന്ന അനിൽ അംബാനിയുടെ കിടപ്പാടം വരെ ഇന്ന് ED കൊണ്ടുപോയി. എന്തിനേറെ പറയാൻ, ഇതിലും വലിയ തകർച്ച ഇനി സ്വപ്നങ്ങളിൽ മാത്രം.